അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വിശ്വാസിനികളെ, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നമുക്ക് ഈ ഹദീസിലൂടെ പഠിക്കാം. അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ നരകവാസിയും സ്വർഗത്തിലെ തൻ്റെ ഇരിപ്പിടം നേരിൽ കാണുന്നതാണ്. അപ്പോൾ അവൻ പറയും, അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ അവൻ വലിയ ഖേദത്തിൽ അകപ്പെടും. ഓരോ സ്വർഗവാസിയും നരകത്തിലെ തൻ്റെ ഇരിപ്പിടം കാണും. അവൻ പറയും, അള്ളാഹു എന്നെ നേർമാർഗത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. അങ്ങനെ അവൻ അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുന്നവനായിത്തീരും. ജീവിതം ഒരു പരീക്ഷണശാലയാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ നന്മ ചെയ്യാനും തിന്മകളിൽ മുഴുകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാനും നിർലോഭമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അപ്രകാരം ജീവിക്കാം. തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയും ജീവിക്കാം. വിലക്കുകളോ നിയന്ത്രണങ്ങളോ ഒരാൾക്കുമില്ല. രണ്ടു വഴിയും മനുഷ്യന് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ആർ ദാനം നൽകിയും ധർമ്മബോധം ഉൾക്കൊള്ളുകയും നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് സുഗമമായ വഴി നാം എളുപ്പമാക്കി കൊടുക്കും. ഏതൊരാൾ ലുബ്ധത കാണിക്കുകയും തൻപോരിമ ചമയുകയും നന്മയെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവോ അവന് പ്രയാസകരമായ വഴിയും നാം എളുപ്പമാക്കി കൊടുക്കും. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു തിരുവചനം ഈ ആശയത്തെ ഇപ്രകാരം ചിത്രീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചതിനു ശേഷം ജിബ്രീലിനോട് പറഞ്ഞു, താങ്കൾ സ്വർഗവും അതിൽ നാം ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും കാണുക. ജിബ്രീൽ സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും കണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രതാപമാണ്. ഈ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന ഏതൊരാളും അതിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. അപ്പോൾ സ്വർഗത്തെ പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് പൊതിയാൻ അള്ളാഹു കൽപ്പിച്ചു. ശേഷം ജിബ്രീലിനോട് പറഞ്ഞു, താങ്കൾ ഒന്നുകൂടി സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും വീക്ഷിക്കുക. ഈ പ്രാവശ്യം പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട സ്വർഗം കണ്ട് ജിബ്രീൽ അള്ളാഹുവിനോട് പറഞ്ഞു, നിന്റെ പ്രതാപമാണ്. ഈ സ്വർഗത്തിൽ ഒരാൾക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് അള്ളാഹു ജിബ്രീലിനോട് നരകം കാണാൻ ആവശ്യപ്പെട്ടു. നരകം ഭയാനകമായി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. മടങ്ങി വന്ന അള്ളാഹുവിനോട് പറഞ്ഞു, നിന്റെ പ്രതാപമാണ്. ഈ നരകത്തെക്കുറിച്ച് കേൾക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ദേഹേച്ഛകൾ കൊണ്ട് നരകത്തെ വലയം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. ജിബ്രീലിനോട് വീണ്ടും നരകം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടു. ദേഹേച്ഛകളാൽ വലയം ചെയ്യപ്പെട്ട നരകം കണ്ട് ജിബ്രീൽ പറഞ്ഞു, നിന്റെ പ്രതാപം തന്നെയാണ്. ഞാൻ ആശങ്കിക്കുന്നു, ഈ നരകത്തിൽ പ്രവേശിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന്. തൻ്റെ ദാസന്മാർ ശിക്ഷാർഹരാവരുതെന്നും സ്വർഗപാതയിലെത്തണമെന്നുമാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. അതേസമയം ആരെയും ബലാത്കാരമായി സ്വർഗത്തിലെത്തിക്കുക അവൻ്റെ രീതിയല്ല. സ്വപരിശ്രമങ്ങളിലൂടെ ഓരോരുത്തരും നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളണം. അള്ളാഹു വ്യക്തമാക്കുന്നു, മനുഷ്യനെ നാം മിശ്രിതമായ ശുക്ലകണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. അങ്ങനെ നാം അവന് കേൾവിയും കാഴ്ചയും നൽകി വ്യക്തമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി വേണമെങ്കിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനുമാകാം. അൽ-ഖിയാമ 2:3. സ്വർഗനരകങ്ങൾ മനുഷ്യൻ സ്വയം സമ്പാദിക്കുന്നതാണ് എന്ന ഖുർആനികാശയത്തിന് അടിവരയിടുന്നതാണ് ആദ്യം പറഞ്ഞ ഹദീസ്. സ്വർഗവാസി നരകത്തിലെ തൻ്റെ ഇരിപ്പിടവും നരകവാസി സ്വർഗത്തിലെ തൻ്റെ ഇരിപ്പിടവും കാണും എന്നതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിക്കും വേണ്ടി സ്വർഗത്തിലും നരകത്തിലും ഓരോ ഇരിപ്പിടങ്ങൾ കാത്തുകിടക്കുന്നുണ്ട് എന്നാണല്ലോ. രണ്ടിലേത് തിരഞ്ഞെടുക്കണമെന്ന് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാവുന്നതാണ്. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട അവ്യക്തതകളെ ഈ തിരുവചനം ദൂരീകരിക്കുന്നുണ്ട്. ഒരാൾ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നതും ദൈവധിക്കാരിയായി പരിണമിക്കുന്നതും ജന്മന അയാളുടെ വിധി അങ്ങനെയായതുകൊണ്ടോ ദൈവം തമ്പുരാൻ അയാളെ നരകശിക്ഷക്കായി തിരഞ്ഞെടുത്തതുകൊണ്ടോ അല്ല. ചിലർ സുകൃതങ്ങൾ ആചരിക്കുന്നതും സ്വർഗാവകാശികളാവുന്നതും അള്ളാഹു ചിലരോട് കാണിച്ച പക്ഷപാതകരമായ ഒരു കാര്യവുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നരകത്തിലും സ്വർഗത്തിലും ഒരേ സമയം ഒരാൾക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ ഒരുക്കി വെക്കപ്പെടുമായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാളോട് അയാളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ് സ്വർഗവും നരകവും അപ്രകാരം തന്നെ.
അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന നരകവാസിയുടെയും അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി എന്ന സ്വർഗവാസിയുടെയും വാക്കുകളിൽ നിന്ന് സന്മാർഗദർശനം അള്ളാഹുവിൻ്റെ അനർഘമായ ഔദാര്യമാണ് എന്ന് വ്യക്തമാവുന്നു. വിലമതിക്കാനാവാത്ത ഈ അനുഗ്രഹത്തിനു വേണ്ടിയുള്ള സത്യവിശ്വാസികളുടെ നിലക്കാനാവാത്ത തേട്ടമാണ് ഫാത്തിഹ അദ്ധ്യായത്തിലെ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന. ദിനേന ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും അവർ ഈ അർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗലോകത്തെത്തിച്ചേരാൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.